ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്നും വിഷം ചേർത്തതാണെന്നറിയാതെ പാൽപ്പായസം എടുത്ത് ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് കരുണ. കണ്ണനും ലക്ഷ്മിക്കും ഒപ്പം മോഹിനിയും ഒരു ഗ്ലാസ് പായസം കുടിച്ചു എന്നറിയുന്ന കരുണ അമ്മയുടെ ശരീരത്തിലും വിഷം ചേർന്നിട്ടുണ്ടാവോ എന്ന് ആലോചിച്ച് വല്ലാതാവുമ്പോൾ അവൾ ഒരു ഗ്ലാസ് പായസമല്ലേ കുടിച്ചുള്ളൂ. അവൾക്ക് ഏനക്കേട് എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ ആ വൈദ്യനെ ചെന്ന് കണ്ട് മറുമരുന്ന് കൊടുക്കാം. പിന്നെ മോള് കാണിക്കുന്ന ആത്മാർത്ഥതയും സ്നേഹവും ഒന്നും അവൾക്ക് മോളോട് തിരിച്ചില്ല. അവൾക്ക് എപ്പോഴും അവളുടെ മൂത്ത മോളോടാണ് സ്നേഹം എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട് കരുണയോട്. പിന്നീട് മഹിക്ക് കടുത്ത വയറുവേദനയും ഛർദിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. മഹി വൊമിറ്റ് ചെയ്യുന്നത് കാണുന്ന ദുർഗ ഇത്തവണ അവൾ പെട്ടു എന്ന് കരുതി സന്തോഷിക്കുന്നു. ശേഷം ഉണ്ണിയോട് ചെന്ന് വിവരം പറയുകയും കണ്ണൻ നിർബന്ധിച്ചാലും നീ അവളെ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകണ്ട എന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥ ഇനി കൂടും. അവസാനം അവർ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങും. എന്തായാലും അമ്മ ഒരു മരണത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി ഇരുന്നോളാൻ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. ശേഷം മേഘനാണെങ്കിലും വാമനോട് പറയുന്നുണ്ട്, പെണ്ണുങ്ങളായാൽ കരണമോളെ പോലെ ആവണം. ഇത്തവണ അവൾ കാര്യം സാധിച്ചു കഴിഞ്ഞു. മഹാലക്ഷ്മിയുടെ കൂടെ കണ്ണനും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ മഞ്ജുവിനെ എൻ്റെ കാൽ ചുവട്ടിൽ എത്തിക്കണം. പിന്നെ സാഗർ, അവനെ നാളെ പോലീസ് അറസ്റ്റ് ചെയ്യും. അതിനുള്ളതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇനി മഞ്ജു എങ്ങാനും പ്രഗ്നൻ്റ് ആണെങ്കിലോ എന്ന് വാമൻ ചോദിക്കുമ്പോൾ എങ്കിൽ ആ കുഞ്ഞും പരലോകത്തെത്തും എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ. പിന്നീട് മഹാലക്ഷ്മിയുടെ അവസ്ഥയെക്കുറിച്ച് അറിയുന്ന പ്രതാപനും മുത്തശ്ശിയും കരുണയും സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. മഹാലക്ഷ്മിയെ ICUവിലും കണ്ണനെ വാർഡിലും അഡ്മിറ്റ് ചെയ്യുമെന്നും ഇനി അവൾക്ക് ശരിക്കും പ്രേതമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് എല്ലാവരെയും പേടിപ്പിച്ച് നടക്കാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പൊട്ടിപ്പൊട്ടിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ വൈദ്യന് എന്തെങ്കിലും പാരിതോഷം കൊടുക്കണ്ടേ അമ്മയുമെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിടക്കുന്ന 2 വള ഊരി അയാൾക്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. ഈ ബുദ്ധി നമുക്ക് എന്താ മുൻപ് തോന്നാതിരുന്ന മുത്തശ്ശി, ഇങ്ങനെ എന്തെങ്കിലും മുൻപേ ചെയ്താൽ മതിയായിരുന്നു എന്നെല്ലാം കരുണ പറയുമ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്നും ഇനി അവൾക്ക് പകരം മോളുടെ രാജയോഗം തുടങ്ങാൻ പോകുകയാണെന്ന് പറഞ്ഞ് എന്തെന്നില്ലാതെ സന്തോഷിക്കുകയാണ് പ്രതാപനും മുത്തശ്ശിയും കരുണയും. പിന്നീട് പ്രതാപൻ വാമനെ വിളിച്ചിട്ട് പല തിരിച്ചടികളും നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയെങ്കിലും ഇത്തവണ നമ്മൾ വിജയിച്ചു വാമേട്ട. അവൾക്കെവിടെ അവിഷപ്പായസം ഉള്ളിൽ ചെന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയെന്നാണ് ഉണ്ണിമോൻ പറഞ്ഞത്. കണ്ണൻ്റെ ഉള്ളിൽ കുറച്ച് വിഷമേ ചെന്നിട്ടുള്ളൂ. അതുകൊണ്ട് അവന് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാനായിട്ട് കുറച്ച് വൈകും. അവനെയും അവളെയും വെള്ള പിടിപ്പിച്ച് കിടത്തിയിരിക്കുന്ന കാഴ്ച കാണാനായിട്ട് കാത്തിരുന്നു വാമേട്ട എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മതിമറന്ന് സന്തോഷിക്കുകയാണ് പ്രതാപൻ ചെയ്യുന്നത്. ശേഷം പ്രതാപൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം മേഘനോട് പറയുന്നുണ്ട്. അന്ന് കരുണമോളും അവളുടെ മുത്തശ്ശിയും ചേർന്ന് ഇങ്ങനെയൊരു പ്ലാൻ നടപ്പിലാക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം അതുപോലെയാണല്ലോ നമുക്ക് തിരിച്ചടികളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ വിഷം ഉള്ളിൽ ചെന്നതിൻ്റെ ലക്ഷണങ്ങൾ അവൾക്ക് കണ്ടു തുടങ്ങിയെന്നാണ് പ്രതാപൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, ഇനി ഒരു ദൈവം വിചാരിച്ചാലും അവളെയും അവനെയും രക്ഷിക്കാൻ പറ്റില്ല. മഹാലക്ഷ്മി ഹോസ്പിറ്റലിൽ, പിന്നാലെ കണ്ണൻ, സാഗർ അഴിക്കുള്ളിൽ, നമ്മുടെ 3 ശത്രുക്കളാണ് ഒരുമിച്ച് ഇല്ലാതാകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് പ്രതാപൻ. പിന്നീട് കാണിക്കുന്നത് SIയും പോലീസുകാരും അഗസ്ത്യകൂടത്തിലെത്തുന്നു. എന്താ സാറേ കാര്യമെന്ന് തോമസ് ഡോക്ടർ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്നും അതനുസരിച്ചാണ് ഞങ്ങൾ വന്നത് എന്ന് SI പറയുമ്പോൾ എന്താ സാറേ കാര്യമെന്ന് തോമസ് ഡോക്ടർ വീണ്ടും ചോദിക്കുമ്പോൾ ആരായി സാഗർ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ SI. എൻ്റെ ഡ്രൈവറാണ് എന്ന് തോമസ് സാറ് മറുപടി പറയുമ്പോൾ ഈ കാറ് ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ ആ കാറ് സെർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ കാറിൻ്റെ ആ ഡാഷ് ബോർഡിൽ നിന്നും മേഘൻ തൻ്റെ ആളുകളെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പാക്കറ്റ് കണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ സാഗറും തോമസ് ഡോക്ടറും ആണെങ്കിൽ ഇതെല്ലാം കണ്ട് ഞെട്ടലോടെ നോക്കി നിൽക്കുന്നു. തുടർന്ന് ആ പാക്കറ്റ് അഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും മയക്കുമരുന്ന് ആണ് കണ്ടെടുക്കുന്നത്. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, ഇതെങ്ങനെ എൻ്റെ കയ്യിൽ വന്നു എന്ന് എനിക്ക് അറിയില്ല സാറേ, എന്നെ ആരോ ചതിച്ചതാണ് എന്നെല്ലാം സാഗർ കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ വിവരം അതിനനുസരിച്ചാണ് ഞങ്ങൾ ഈ കാറ് സെർച്ച് ചെയ്തത്. അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് ഈ കാറിൽ നിന്നും കണ്ടെടുത്ത സ്ഥിതിക്ക് തന്നെ സ്റ്റേഷനിലേക്ക് എത്തിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ സാഗറിൻ്റെ മുൻകാല ജീവിതം അറിയാമായിരുന്ന തോമസ് ഡോക്ടർ ആണെങ്കിലും സാഗറിനെ തെറ്റിദ്ധരിച്ച് പോവാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ണനും മഹാലക്ഷ്മിയും പലതവണ പറഞ്ഞതാണ് അവനെ വിശ്വസിക്കരുതെന്ന്, അവനെ സൂക്ഷിക്കണമെന്ന്. അവനെ വിശ്വസിച്ച് അവൻ്റെ കൂടെ ഇറങ്ങി വന്ന പെണ്ണിനെ, കണ്ണൻ്റെ പെങ്ങളെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ തോമസ് ഡോക്ടർ. തുടർന്ന് തോമസ് ഡോക്ടർ മാർക്കോയെ വിവരം അറിയിക്കുന്നു. നിൻ്റെ ഉറപ്പിന്മേലാണ് ഞാൻ ആ സാഗറിന് എൻ്റെ ഡ്രൈവറായിട്ട് ജോലി കൊടുത്തത്. അത് എൻ്റെ ഈ സ്ഥാപനത്തിന് തന്നെ കളങ്കം ആകുമെന്നാണ് തോന്നുന്നത് എന്നെല്ലാം തോമസ് ഡോക്ടർ പറയുമ്പോൾ
എന്താ സാറേ കാര്യമെന്ന് മാർക്കോ ചോദിക്കുമ്പോൾ തോമസ് സാറ് നടന്നതെല്ലാം മാർക്കോയോട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് മാർക്കോയാണെങ്കിലും ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് തോമസ് സാറേ അവനെ ആരോ ചതിച്ചതാണ്, അവൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല, മഞ്ജുവിനെ വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നെല്ലാം മാർക്കോ പറയുന്നുണ്ടെങ്കിലും ഒന്നുമില്ലാതെയാണോ പോലീസുകാർ തന്നെയാണ് അവൻ്റെ ആ കാറിൻ്റെ ഡാഷ്ബോർഡിൽ നിന്നും ആ മയക്കുമരുന്ന് കണ്ടെടുത്തത് എന്ന് പറഞ്ഞ് അല്പം നീരസത്തോടെയെല്ലാം മാർക്കോയോട് സംസാരിക്കുന്നുണ്ട് തോമസ് സാറ്. തുടർന്ന് മാർക്കോ ലോപ്പസിൻ്റെ അടുത്ത് എന്ന് കാര്യം പറയുന്നു. ഒരു ദുരന്തം നടന്നിട്ടുണ്ട് എന്നും സാഗറിനെ മയക്കുമരുന്ന് കൈവശം വെച്ചതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ അവൻ അങ്ങനെ ചെയ്യൂ മാർക്കോ, ഒരു പക്ഷേ ഇത് ആ മേഘൻ്റെ പണിയായിരിക്കും എന്നെല്ലാം ലോപ്പസ് പറയുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ലോപ്പസേ, അവന് കിട്ടിയതൊന്നും പോരാ എന്നാണ് തോന്നുന്നത്. ഞാൻ എന്തായാലും സ്റ്റേഷൻ വരെ ഒന്ന് പോയി കാര്യങ്ങൾ അറിഞ്ഞു വരാമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ സ്റ്റേഷനിലേക്ക് പോകുന്നു. പിന്നീട് സാഗറിന് സംഭവിച്ച ദുരന്തം അറിഞ്ഞ് മഞ്ജു ആകെ തകർന്നു പോകുന്നുണ്ട്. പിന്നീട് മേഘൻ വാമനോടായിട്ട് പറയുന്നുണ്ട്, സാഗറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വച്ചാൽ അതും മയക്കുമരുന്ന് കൈവശം വെച്ചതിൻ്റെ പേരിലാണ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. ഈ കേസിൽ നിന്നും അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആണ് അവനെതിരെയുള്ള തെളിവുകൾ. തൊണ്ടി മുതൽ അവൻ്റെ കാറിൽ നിന്ന് തന്നെ കണ്ടെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ മയക്കുമരുന്ന് കൈവശം വെച്ചതിലുള്ള ശിക്ഷ എന്താണെന്നൊക്കെ അച്ഛനെ അറിയാലോ എന്നല്ല, ഇനി മഞ്ജു എൻ്റെ കാൽ കീഴിൽ തന്നെ ചുരുണ്ടുകൂടുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പൊട്ടി ചിരിക്കുന്നുണ്ട് കേട്ടോ മേഘൻ. എന്തായാലും മാർക്കോ തന്നെ മേഘൻ്റെ ആ ചതി പുറത്തു കൊണ്ടുവന്ന് സാഗറിനെ രക്ഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വനന്തവും അതിനായിട്ട് മാർക്കോയുടെ കൂടെ ഉണ്ടാവും. ഒരിക്കലും മേഘൻ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല. ഇതേ സമയം വിഷം ഉള്ളിൽ ചെന്ന കരുണയ്ക്ക് മഹാലക്ഷ്മിയുടേതുപോലെ വയറുവേദനയും ഛർദിലും ഒക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ ആദ്യം കേക്കും അതുപോലെ തന്നെ പായസവും പിറന്നാൾ സദ്യയൊക്കെ നന്നായി കഴിച്ചതുകൊണ്ട് അതിൻ്റെ പ്രശ്നമായിരിക്കും. മാത്രമല്ല കരുണ ഇപ്പോൾ ഗർഭിണിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് കരുതുന്നത്. പക്ഷേ പോകെ കരുണയുടെ അവസ്ഥ മൂർച്ഛിക്കുകയും ഒടുവിൽ കരുണ ചോര ഛർദ്ദിക്കുകയും കണ്ട് അവരാകെ അന്തിച്ചു നിൽക്കുന്നുണ്ട്. വിളറി വെളുത്ത് നിൽക്കുകയാണ് പ്രതാപനും മുത്തശ്ശിയും. അങ്ങനെ ആ വിഷപ്പായസം ഉള്ളിൽ ചെന്നതിൻ്റെ അസ്വസ്ഥതയൊക്കെ കരുണയുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടിലനായിട്ടുള്ള ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്